ആലപ്പുഴ SD കോളേജിൽ SFI KSU സംഘർഷം. KSU യൂണിറ്റ് പ്രസിഡന്റിനും കോളേജ് യൂണിയൻ ഭാരവാഹികൾക്കും മർദ്ദനമേറ്റു. നാരായണൻ ചേരുന്നു. രഘുവി, കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള ഈ തല്ല് പലയിടങ്ങളിലും കണ്ടു. ഇപ്പോൾ ഇവിടുത്തെ സംഭവവുമായി ബന്ധപ്പെട്ട് കാര്യമെന്തെന്നാണ് അറിയുന്നത്? കേസോ മറ്റോ ആയോ? പ്രജീഷ് പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസമായി സംസ്ഥാനത്തെ വിവിധ കലാലയങ്ങളിൽ കലോത്സവ വേദികളിൽ ഉണ്ടാകുന്ന അടിയുടെ തുടർച്ചയാണ് ഇന്നും SD കോളേജിൽ ഉണ്ടായത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. KSU പറയുന്നത് പ്രകാരമാണെങ്കിൽ അവിടുത്തെ KSU കഴിഞ്ഞ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അവിടെ KSUവിനൊരു ചെയർമാനെ കിട്ടുന്ന. ചെയർമാൻ അടക്കം കോളേജിൽ എത്തിയ സമയത്ത് ഇവർ ഒരു മുറിയിലേക്ക് ചെയർമാനെ അടക്കം കയറ്റി പൂട്ടി. ഇതിനുശേഷം 40-50 SFI പ്രവർത്തകർ സംഘടിച്ചെത്തി മർദ്ദിച്ചു എന്നുള്ളതാണ് KSUവിൻ്റെ ആരോപണം. എന്ന് മാത്രവുമല്ല, പ്രിൻസിപ്പൽ അടക്കം ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാകുമെന്ന് പോലീസിനെ അറിയിച്ച ശേഷവും പോലീസ് പുറത്ത് നിൽക്കുകയല്ലാതെ അകത്തേക്ക് കയറിയില്ല. കാരണം പ്രിൻസിപ്പൽ ഒരുപക്ഷെ കോളേജിനകത്തേക്ക് കയറാൻ അനുമതി നൽകുമായിരുന്നു. എന്നാൽ പോലീസ് ഇതിനൊന്നും ശ്രമിക്കാതെ SFI പ്രവർത്തകർ KSU പ്രവർത്തകരെ തല്ലുന്നെങ്കിൽ തല്ലിക്കോട്ടെ എന്നുള്ളൊരു നിലപാടാണ് പോലീസ് സ്വീകരിച്ചത് എന്നുള്ളതാണ് KSUവിൻ്റെ വാദം. എന്നാൽ SFI പ്രവർത്തകർ പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായി ക്യാമ്പസുകളിലൊക്കെ സംഘർഷമുണ്ട്. എന്നാൽ SD കോളേജിൽ അത്തരത്തിലുള്ളൊരു സംഘർഷം ഉണ്ടായിട്ടില്ല. തുടർന്ന് എന്ന് മാത്രവുമല്ല, കഴിഞ്ഞ കുറച്ച് നാളുകളായി അവിടെ KSU നേതൃത്വം കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് വേണ്ട പിന്തുണ ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഉന്നയിച്ചിട്ടുണ്ട്. ആ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ KSU പ്രവർത്തകർ ഒറ്റയ്ക്കല്ല, അടിയുണ്ടായാൽ നേതാക്കന്മാരുണ്ടാകും എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ബോധപൂർവമായൊരു സംഘർഷം അവിടെ ഉണ്ടാക്കിയത് ആണ് എന്നുള്ളതാണ് SFI പ്രവർത്തകരുടെ വാദം. എന്തായാലും തല്ലു കൂടുതൽ കിട്ടിയിരിക്കുന്നത് KSU പ്രവർത്തകർക്കാണ്. 10ഓളം KSU പ്രവർത്തകർക്ക് മർദ്ദനമേറ്റിട്ടുണ്ട്. അതിൽ KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡന്റുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെയർമാനുണ്ട്. അത്തരത്തിൽ വിവിധ ഭാരവാഹികൾക്കടക്കം മർദ്ദനമേറ്റിട്ടുണ്ട്. ഇവർ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. SFIയുടെ ഭാഗത്തു നിന്നും 3 പേർ ആശുപത്രിയിൽ അഡ്മിറ്റായിട്ടുണ്ട്.